Audio Jungle. ടീം ഇൻക്യുബേഷന്റെ പാത്ത് ഫൈൻഡർ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലുള്ള ജാമിയ മില്ലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സക്കീർ ഹുസൈൻ, ഞാനിവിടെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലെ സൈക്കോളജി PhD സ്കോളറാണ്. നാട്ടിലെ മലപ്പുറത്താണ്. അഫ്സൽ മൂസ, ഞാനിവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ PG ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. ഞാൻ നിഷാല, MA അപ്ലൈഡ് സൈക്കോളജി, ഇവിടെ 4th സെം ആണ് പഠിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുടെ സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി. ഇവിടെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ പ്രൊഫസർമാർ, ഇന്ത്യയിൽ തന്നെ എണ്ണം പറഞ്ഞ സൈക്കോളജിസ്റ്റുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ കീഴിൽ പഠിക്കാൻ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അതുപോലെ ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ അതത് മേഖലകളുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളാണ് ഇവിടെ പഠിപ്പിക്കാൻ വരുന്നത്. ഇവിടെ ഒരുപാട് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നിട്ട് ഈവൻ പുറത്തുനിന്ന് വിദേശത്തു നിന്ന് വരെ കുട്ടികളൊന്ന് പഠിക്കുന്നുണ്ട്. Faculty of Law, Faculty of Dentistry, Faculty of Education, Humanities and Natural Sciences, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, CMS. ഇൻ്റർനാഷണൽ നാഷണൽ സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നമുക്ക് വളരെയധികം ലഭിക്കും. പോരാത്തതിന് ഒരുപാട് നാഷണൽ കോൺഫറൻസുകൾ, ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഡൽഹി പോലുള്ള ദൂര സ്ഥലങ്ങളിൽ അയക്കുമ്പോൾ അവരുടെ സേഫ്റ്റിനെ കുറിച്ചിട്ട് ആശങ്കയുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ടത് ജാമിയ മില്ലിയയിലെ സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗേൾസിനെ യാതൊരു ആശങ്ക കൂടാതെ നിങ്ങൾക്ക് തീർച്ചയായും അയക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത് ഞാനിവിടെ 2 വർഷമായി ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ സേഫ്റ്റി, ലോക്കൽ ഗാർഡിയൻ, അതുപോലെ തന്നെ പാരൻസിനുള്ള കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. പാരൻസിൻ്റെയും കുട്ടികളുടെ ഇടയിൽ ലോക്കൽ ഗാർഡിയൻ മീഡിയേറ്ററായി നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ സേഫ്റ്റിൻ്റെ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട. പിന്നെയുള്ളത് ഫെസിലിറ്റി. ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും ജാമ്യയിൽ പഠിക്കാനുള്ള ഫെസിലിറ്റി, റീഡിംഗ് റൂംസ്, അതുപോലെ തന്നെ ക്ലൈമറ്റിനോട് അക്കോമഡേറ്റ് ചെയ്യാൻ ഫുഡ്, വാഷിംഗ് മെഷീൻ, ജിമ്മ്, റീഡിംഗ് റൂം, എല്ലാ ഫെസിലിറ്റികളും ജാമ്യ ഹോസ്റ്റൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്ക കൂടാതെ നിങ്ങളുടെ മകളുടെ നിങ്ങൾക്ക് ജാമ്യ മില്ലിയ ഇസ്ലാമിയിലേക്ക് പഠിക്കാൻ വിടാവുന്നതാണ്. അംജദ്, കരുനാപ്പള്ളിയിൽ നിന്നാണ്. ഇവിടെ MPhil ചെയ്യുന്നു. വെസ്റ്റ് ഏഷ്യ 3000 കിലോമീറ്റർ താണ്ടി ഇപ്പുറം വന്നാലും 2 ദിവസത്തൊക്കെ യാത്ര കഴിഞ്ഞ് വന്നാലും നമുക്കൊരു വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല. അത്രത്തോളം ഒരു നല്ല ഇൻറ്റിമസിയോട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. റിലീജിയസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മലയാളി എന്നുള്ളൊരു ബോധത്തിൽ ഒന്നിക്കാൻ ഇവിടുത്തെ സ്റ്റുഡൻസിന് കഴിയുന്നുണ്ട്. അത് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾക്കും ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് ഉപയോഗപ്രദമാകുന്നതാണ്. 2 മണി വരോളം തുറന്നിരിക്കുന്ന റീഡിംഗ് റൂമുകൾ, വിശാലമായ ലൈബ്രറി തുടങ്ങിയവയാണ് ജാമ്യയുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിട്ട് നമുക്ക് കണ്ടെത്താം. ജാമ്യയിലെ തന്നെ എടുത്തു പറയേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ് MSW, LLB, ഫിസിയോതെറാപ്പി, മാസ് കമ്മ്യൂണിക്കേഷൻ, BDS. ഇത് മിതമായ ഫീസ് നിരക്കിൽ തന്നെ കുട്ടികൾക്ക് വളരെ നല്ല എക്സ്പോഷറാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്നത്. ഏപ്രിൽ മാസത്തിലാണ് അതിൻ്റെ എൻട്രൻസ് വിളിക്കുകയും മെയ് അവസാന വാരത്തോടു കൂടിയും ജൂൺ ആദ്യ 2ാമത്തെ വാരങ്ങളിൽ അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ അവസാനിക്കുകയും ചെയ്യുന്നു. ജൂലൈ മാസത്തോടു കൂടി റിസൾട്ട് വരെയും ആഗസ്റ്റോടു കൂടി അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ക്ലോസ് ചെയ്യുകയുമാണ് ജാമ്യ ചെയ്യാറുള്ളത്. വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജാമിയ മില്ലിയ ഇസ്ലാമിയയോട് നമ്മൾ വിട പറയുന്നു. ഗുഡ് ബൈ.